പല മാതാപിതാക്കളും തലമുറകളെ ചൊല്ലി അവരുടെ വിഷയങ്ങളെ ഓർത്ത് തല കുനിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം മാതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം, കരയുന്ന മാതാവിൻ്റെ തലമുറ ഒരിക്കലും നശിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരയുന്ന ഒരു മാതാവുണ്ടെങ്കിൽ, പ്രാർത്ഥനാ മുറിയുള്ള ഒരു മാതാവ് ഇതിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, അവരുടെ തലമുറയെ തമ്പുരാൻ അനുഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. പിശാചു വായ് പിളർന്ന് അതിനകത്തേക്ക് നിന്റെ തലമുറയെ വലിച്ചു കൊണ്ടുപോകുവാൻ പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ക്രമീകരിച്ചാലോ. മോശയുടെ ചരിത്രം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ കാണാം. ഹല്ലേലൂയ, ജനനത്തിന് മുൻപേ തകർത്തു കളയുവാൻ, ഹല്ലേലൂയ, ജനനത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ഹല്ലേലൂയ തകർത്തു കളയുവാൻ പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി രേഖ എഴുതി. എന്നാൽ ഹല്ലേലൂയ ഒരു മാതാവിൻ്റെ ഒരു സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ചരിത്രം മാറ്റിമറിഞ്ഞതുപോലെ, ചരിത്രത്തെ തിരുത്തി കുറിച്ചതുപോലെ ഒരു കാര്യം ഞാൻ പറയാ, കരയുന്ന മാതാവെ, നിന്റെ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതരങ്ങളെ ചലിപ്പിച്ച് അന്യഭാഷയിൽ സ്തുതിക്കുവാൻ ഇന്ന് രാത്രി എൻ്റെ കൂടെ എത്ര മാതാപിതാക്കൾ റെഡിയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ശക്തിയോടെ ആ ദൈവ സാന്നിധ്യം ചലിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ നോക്കിക്കേ, ആ രേഖ എന്താണ്? എല്ലാ ആൺ തലമുറകളെയും നശിപ്പിച്ച് കളയണം. ഹല്ലേലൂയ. നൈൽ നദിക്കകത്ത് സകല എണ്ണവും നശിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാ, പ്രാർത്ഥിച്ച മാതാവിന്റെ നിയോഗമുള്ള തലമുറയെ അതിനകത്തെ പൈശാചിക മേഖലയ്ക്ക് തകർക്കുവാൻ കഴിയാതെ, ആ വെള്ളത്തിനകത്തെ പൈശാചിക മേഖലയ്ക്ക് പിടികൊടുക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒഴുക്കിക്കൊണ്ടുപോയി കൊട്ടാരത്തിനകത്ത് അവനെ പ്ലേസ് ചെയ്യിപ്പിക്കുന്ന ഒരു സാന്നിധ്യം ഇന്ന് രാത്രി ശക്തിയോടെ ചലിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ ചില തലമുറകളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക പദ്ധതിക്കകത്തു നിന്ന് എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറയുന്നു, ഒഴുക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടുപോയി. ഓറാബ ശംദുരദന വൈഡാരഗദന അർത്ഥനമന. ഹല്ലേലൂയ. ചില പൈശാചിക പദ്ധതിക്കകത്തു നിന്ന് ചില തലമുറകളെ വഴിമാറ്റി ഒഴുക്കിക്കൊണ്ടുപോയി ചില കൊട്ടാരത്തിനകത്ത് അവരെ വളർത്തുന്ന ഒരു സീസൺ തെളിയുമെന്ന് ഞാൻ പറഞ്ഞ അതെന്റെ തലമുറയുടെ മേലെ നിയോഗം വീണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്? അന്യഭാഷയിൽ അതരത്തെ ചലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മ നിറവോടെ സ്തോത്രം ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി ആ സാന്നിധ്യം ശക്തിയോടെ നിന്റെ തലമുറയ്ക്കകത്ത് ശക്തിയോടെ വെളിപ്പെടുന്നു. ഓ ശാന്തുരബല ഹദരഗദന വൈഡബലബ. ഹല്ലേലൂയ. സകല എണ്ണവും ആ ദേശത്തെ സകല എണ്ണത്തിന്റെ കരച്ചിലോ ആ നൈൽ നദിക്കകത്ത് ഉയരുമ്പോൾ മാതാവേ, നിന്റെ തലമുറയുടെ കരച്ചില് അതിനകത്തുനിന്ന് ഉയരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവനെ പറ്റിയുള്ള വാഗ്ദത്തം എന്താ? ഒരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാൻ, ഒരു ജനറേഷനെ നയിക്കാൻ നിന്റെ തലമുറയുടെ മേൽ ഒരധികാരം, ഒരു അനോയിന്റിങ് ഞാൻ പകർന്നിട്ടുണ്ടെങ്കിൽ അവനെ നൈൽ നദിക്കകത്ത് മുങ്ങിത്താഴാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഓ ശാൽഖുറബന ഹദരഗദന അടഗരഗദന വൈഡവനബ. ഹല്ലേലൂയ. നീ ഉണ്ടാക്കി വെച്ച ഞാങ്ങണയുടെ ബലം കൊണ്ടല്ലത്, നീ ഉണ്ടാക്കി വെച്ച ഞാങ്ങണയുടെ കരുത്ത് കൊണ്ടല്ലത്. അഭിഷേകം അവന്റെ അകത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിയോഗം വീണത് കൊണ്ട് ഹല്ലേലൂയ മുങ്ങാൻ സമ്മതിക്കാതെ ഞാൻ ഇങ്ങനെ പറയാ, അധികാരം അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചവന്റെ കൂടാരത്തിനകത്ത് കൊട്ടാരത്തിനകത്ത് നിയോഗമുള്ളവൻ വാഴുമെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേരിത് വിശ്വസിക്കുന്നു? പിശാച് നിന്റെ തലമുറക്കെതിരെ ഒരുക്കിയ പദ്ധതിയുടെ മുകളിൽ നിന്റെ തലമുറ വാഴുമെന്ന് എന്തോ പരിശുദ്ധാത്മാവനോട് അങ്ങനെ പറയുന്നു. ഈ പദം നിങ്ങൾ സ്വീകരിക്കുക. നിന്റെ തലമുറയുടെ മേൽ പിശാച് ഒരുക്കിയ പദ്ധതിയുടെ മുകളിൽ നിന്റെ തലമുറ വാഴുമെന്ന് ഞാൻ പറഞ്ഞാൽ ഹല്ലേലൂയ. എനിക്കറിയില്ല, ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് തലമുറകളുടെ മേൽ ആ